കൊച്ചി താലൂക്ക് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ തകർത്ത് കളഞ്ഞ പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. കൊച്ചിയുടെ തീരപ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടാണ് താലൂക്ക് ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിയുടെ തീരപ്രദേശത്തെ കടലാക്രമണം തടയുന്നതിനായി കടൽഭിത്തി ടെട്രാപോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുക, തീരദേശവാസികൾക്ക് സംരക്ഷണം നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ബ്ലോക്ക് കമ്മിറ്റികൾ ചേർന്ന് കൊച്ചി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 17 കിലോമീറ്ററിലധികം വരുന്ന ഈ പ്രദേശത്ത് ടെട്രാപോഡ് നിർമ്മിക്കാം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഉറപ്പ്. അതിൽ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ 12.3 കിലോമീറ്ററിൽ ടെട്രാപോഡ് നിർമ്മിക്കാനാണ് സർക്കാർ ഈ പണം മാറ്റിവെച്ചത്. പക്ഷേ ഊരാളുങ്കൽ സൊസൈറ്റി ഇത് നിർമ്മിച്ചു വന്നപ്പോൾ 7 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ പണം തീർന്നു. അതെങ്ങനെയാണ് തീർന്നത്? 12.3 കിലോമീറ്റർ നിർമ്മിക്കാൻ പണം സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 7 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ടെട്രാപോഡ് നിർമ്മാണം നിലച്ചു, പണമില്ല എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടത് 7 കിലോമീറ്റർ ചെല്ലാനം പ്രദേശം, ആ ഭാഗത്ത് 7 കിലോമീറ്ററിൽ ബുദ്ധിമുട്ടില്ല. അവിടെ ഉണ്ടാകുന്ന ഈ തിരമാലയുടെ ശക്തിയും അതിന്റെ ആഘാതവും ഇരട്ടിയായി പിന്നീട് കണ്ണമാലിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന കടൽക്ഷോഭങ്ങളും ഈ പ്രദേശത്തെ നിരന്തരമായി കാലവർഷത്തിൽ അടക്കം ഒരു വർഷക്കാലത്തിൽ ഉണ്ടാകുന്ന കടൽക്ഷോഭങ്ങൾ ഉൾപ്പെടെ എല്ലാ ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരു ജനതയായി കണ്ണമാലിയിലെ ജനത മാറി എന്നുള്ളതാണ്. ഫോർട്ട് കൊച്ചി ഞാലിപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് അണിനിരന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. താലൂക്ക് ഓഫീസിന് മുൻപിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ധർണയുടെ ഉദ്ഘാടനത്തിന് ശേഷം ബാരിക്കേഡുകൾ തകർത്തു കളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഫോർട്ട് കൊച്ചി SHO ഫൈസലിന്റെയും മട്ടാഞ്ചേരി SHO ഷിബിന്റെയും നേതൃത്വത്തിൽ പോലീസ് പ്രവർത്തകരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിലൂടെ പോലീസ് വാഹനത്തിന് നേരെ കുതിച്ചെത്തുകയായിരുന്നു. തുടർന്ന് സംഘർഷമുണ്ടാവുകയും പിന്നീട് DCC പ്രസിഡന്റ് പ്രവർത്തകരെ അനുനയിപ്പിച്ച് പിരിച്ചുവിടുകയായിരുന്നു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി MP ശിവദത്തൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരായ VHM ഷിഹാബുദ്ദീൻ, സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PP ജേക്കബ്, N വേണുഗോപാൽ, ഡൊമിനിക് പ്രസന്റേഷൻ, ദീപ്തി മേരി വർഗീസ്, തമ്പി സുബ്രഹ്മണ്യൻ, MR അഭിലാഷ്, ടോണി ചമ്മിണി, അജിത് അമീർ ബാവ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി, DCC ഭാരവാഹികളായ KM റഹീം, കൊച്ചി ബ്ലോക്ക് പ്രസിഡന്റ് മുരളീധരൻ, കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ, നഗരസഭാ കൌൺസിലർമാരായ KM മനാഫ്, അഭിലാഷ് തോപ്പിൽ, ശൈല തദേവൂസ്, ജീജ ടെൻസൺ, ബാസ്റ്റിൻ ബാബു, PF ജോർജ്, ശോഭ ജോസഫ്, കവിത ഹരികുമാർ, ഷാജി കുറുപ്പശ്ശേരി, PH നാസർ, ജോൺ പഴേരി, ദിലീപ് കുഞ്ഞുകുട്ടി, PA അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി. KR ഒപ്റ്റിക്കൽസ് 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല.